ഗൈസ്, സ്പൈഡർമാൻ സീരീസിലെ മൂന്ന് പടങ്ങൾ എന്ന് പറഞ്ഞാൽ ടോം ഹോളണ്ട് അഭിനയിച്ച അവസാനത്തെ 3 പടങ്ങളിൽ ആദ്യത്തെ പടമായ സ്പൈഡർമാൻ ഹോം കമ്മിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പടം തുടങ്ങുന്നത് അഡ്രിയൻ ടൂംസ് ആക്രി പെറുക്കുന്നിടത്താണ്. അതായത് 2012 ഇറങ്ങിയ ദി അവഞ്ചേഴ്സിലെ അടിപിടിയുടെ ബാക്കിയായിട്ട് വന്ന ഏലിയൻ സാധനങ്ങൾ പെറുക്കാൻ ഇറങ്ങിയ അണ്ണൻ പണിക്ക് വന്ന ബംഗാളികൾക്ക് തലങ്ങും വിലങ്ങും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കാർന്നൂർ വലിയ ആവേശത്തിൽ പണിയെടുപ്പിക്കുന്നു. അപ്പോഴേക്കും വെള്ളത്തൊപ്പി വെച്ച കുറേ സാറന്മാരും തൊപ്പിയില്ലാതൊരു സാറാമാൻ്റെയും കയറി വരുന്നു. യുദ്ധത്തിൻ്റെ ആക്രമി മുഴുവൻ അത് ഞങ്ങളുടേതാണെന്ന് അവർ അസന്നിഗ്ധം പ്രഖ്യാപിക്കുന്നു. തൻ്റെ സേവനങ്ങൾക്ക് പെരുത്തു നന്ദി ഹിമാറേ എന്ന് ജഗതി പറയുന്നത് പോലെ ആ ആൻറ്റി അവിടെ പറയുന്നു. അവിടെ തീപ്പൊരി കാലുപിടുത്ത് നടക്കുമ്പം കൂട്ടത്തിലൊരുത്തൻ കോഴിമുട്ട പോലുള്ള തിളങ്ങുന്നൊരു സാധനം എടുത്ത് പോക്കറ്റിലിടുന്നുണ്ട്. ഇതേ സമയം ടൂംസ് സാറാമാൻ്റിയോട് തൻ്റെ പരാധീനതകൾ പറയാണ്. ക്ഷയം പിടിച്ച അച്ഛൻ, മനോരോഗിയായ അമ്മ, കല്യാണപ്രായം കഴിഞ്ഞിട്ട് ഒന്നും നടക്കാത്ത 3 പെങ്ങന്മാർ. അണ്ണൻ്റെ ദാരിദ്ര്യം മുഴുവൻ നിന്ന് കേട്ടിട്ട് പോയി പണി നോക്കണേന്ന് പറഞ്ഞിട്ട് തള്ള ഉരുളയുടെ വഴിക്ക് പോയി. നിനക്കിനി വല്ല തേങ്ങയും പറയാനുണ്ടെങ്കിൽ തന്നെ അത് ടോണി സ്റ്റാർക്കും ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന DODCയിൽ പോയി പറയാൻ പറയുന്നു. കൈ കിട്ടിയത് നേരത്തെ എടുത്തതും എല്ലാമായി അണ്ണനും ഗ്യാങ്ങും അവരുടെ ഒളിസങ്കേതത്തിലെത്തുന്നു. അവിടെ അല്ലറച്ചില്ലറ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു. അവിടുന്ന് നേരെ 8 വർഷത്തിന് ശേഷമുള്ള കഥയിലേക്ക് പോവാണ്. അണ്ണൻ്റെ ഒളിസങ്കേതം ഇപ്പോൾ വൻ ഹൈടെക് സെറ്റപ്പായിട്ടുണ്ട്. വൻ പരീക്ഷണങ്ങൾ നടത്തുന്നു. മുട്ടൻ വെപ്പൺസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആർക്കിട്ട് ഉണ്ടാക്കാനാണോ എന്തോ. ഉണ്ടാക്കിയ അത്യാധുനിക ഏലിയൻ ടെക്നോളജിയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാനിക്കയറ്റുമ്പോൾ ടൂംസ് അണ്ണം മുട്ടക്കാട്ടം ചിറകുള്ള സ്യൂട്ട് ഇട്ട് എന്തോ സാധനങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടിടുന്നു. ആ ചിറകിനകത്താണ് നല്ല പൊളപ്പൻ 2 ഫാനും ഇരിപ്പുണ്ട്. ഇത്രയും വലിയ സ്യൂട്ടൊക്കെ ഇടുന്നതല്ലേ, ചൂടായിരിക്കും. ബിസിനസ് കൊള്ളാം എന്ന് അണ്ണം പറയുന്നിടത്ത് മാർവലിൻ്റെ സിഗ്നേച്ചർ ഇൻട്രോ വരുന്നു. എ ഫിലിം ബൈ പീറ്റർ പാർക്കർ എന്നെഴുതി കാണിക്കുന്നു. പീറ്റർ ന്യൂയോർക്കിൽ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കാണിക്കുന്നത്. മറ്റേ യുദ്ധത്തിന് പോയപ്പോൾ ഹാപ്പിയാണ് വണ്ടി ഓടിക്കുന്നത്. പീറ്ററിൻ്റെ ബ്ലോഗിങ് കണ്ട ഹാപ്പി ഇതൊന്നും ആരെയും കാണിക്കാൻ ഒക്കൂലല്ലോ, പിന്നെ എന്തിനു റെക്കോർഡ് ചെയ്യണത് എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഈ ബാലകൃഷ്ണൻ്റെ ഓരോ അടവല്ലേ മത്തായി ചേട്ടാ, ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന്. രണ്ടാളും ഫ്ലൈറ്റിൽ ബെർലിനിലെത്തുന്നു. അവിടെ വെച്ച് പീറ്റർ തൻ്റെ ഡൂക്കിലി സ്യൂട്ട് ഇടുമ്പോൾ ഹാപ്പി ഇടപെട്ട് പെട്ടിയിലെ പുത്തൻ കുപ്പായി ഇടാൻ പറയുന്നു. പെട്ടിക്കുള്ളിലെ പുതിയ സ്യൂട്ട് കണ്ട പീറ്ററിൻ്റെ കിളി പോകും. അത്ര പൊളിയായിരുന്നു സാധനം. പിന്നെ ഇത് അവഞ്ചേഴ്സിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവിടുന്ന് ടോണി സ്റ്റാർക്കും ഹാപ്പിയും കൂടെ പീറ്ററിനെ വീട്ടിലാക്കുന്നു. അവിടെ വെച്ച് അത്യാധുനിക സ്യൂട്ട് പീറ്ററിന് കൊടുക്കുന്നു. കാറിൻ്റെ ഡോറ് തുറക്കുന്ന ടോണിയെ പീറ്റർ കെട്ടിപ്പിടിക്കുന്നു. ഈ പീറ്ററിൻ്റെ ഇന്നസെൻസ് ടോം ഹോളണ്ട് അടിപൊളിയായിട്ട് ഈ സീനിച്ച് കാണിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത 2 മാസത്തിന് ശേഷമുള്ള സീനാണ് കാണിക്കുന്നത്. പീറ്റർ ഹാപ്പിക്ക് മെസ്സേജ് ചെയ്യുന്നു. അടുത്ത അംഗത്തിന് താൻ തയ്യാറാണെന്നും എപ്പോൾ വേണേലും വിളിക്കണമെന്നും ഒക്കെയാണ് മെസ്സേജ്. മുമ്പ് അയച്ച 100 കണക്കിന് മെസ്സേജുകളുടെ കൂടെ ഈ മെസ്സേജ് പ്രത്യേകിച്ച് ഒരു മറുപടിയും പുള്ളിക്ക് കിട്ടുന്നില്ല. അവിടുന്ന് കട്ട് ചെയ്താൽ നേരെ പീറ്ററിൻ്റെ കോളേജിലേക്ക്. അവിടുന്ന് നെഡ് എന്ന് പറഞ്ഞാൽ പീറ്ററിൻ്റെ ആകെയുള്ളൊരു ക്ലോസറ്റ് ഫ്രണ്ടാണ്. പീറ്ററിനോട് ലെഗോ സ്റ്റാർ വാർസിനെ പറ്റി പറയുമ്പോൾ ഒരു സുന്ദരി കുട്ടി അവർക്ക് മുന്നിലൂടെ നടന്നു പോകുന്നു. പീറ്ററിൻ്റെ സീനിയറായ ലിസ്സാണ് കൂട്ടുകാരികളുമായി കഥ പറഞ്ഞു പോകുന്നത്. പീറ്ററിന് ചെറുതല്ലാത്ത ക്രഷുള്ള കുട്ടിയാണ് ലിസ്സിനെ കണ്ട പീറ്റർ ഒരൊറ്റ നിപ്പാണ്. കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെ മതിമറന്ന് കക്ഷി ഒരേ നിൽപ്പാണ്. ഇതൊരു മലയാളം പടമായിരുന്നെങ്കിൽ ഇപ്പോൾ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു കിന്നാരം പോലൊരു പാട്ടിന് സ്കോപ്പുള്ള സ്ക്രീൻ. ഇംഗ്ലീഷ് പടം ആയതുകൊണ്ട് പാട്ടും കോപ്പൊന്നുമില്ല. തൽക്കാലം പീറ്ററിനെ കണ്ണുകൊണ്ട് ലിസ്സൊന്ന് തലോടി വിടുന്നു. അവിടുന്ന് നേരെ ക്ലാസ് റൂമിലേക്ക്. അവിടെയും പീറ്റർ ലാപ്ടോപ്പിൽ തൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീൻ ലാബാണ്. അവിടെ ബാക്കിയുള്ള പിള്ളേരെല്ലാം കണ്ടുപിടുത്തം നടത്തുമ്പോൾ പീറ്റർ വെബ് ഫ്ലൂയിഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കണ്ടുപിടുത്തം നടത്തുന്നു. അവിടുന്ന് നേരെ ലഞ്ച് ബ്രേക്കിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വീണ്ടും ലിസിനെ നോക്കിയിരിക്കുന്ന പീറ്ററിനെയും നെഡിനെയും MJ കളിയാക്കുന്നു. അവിടുന്ന് നേരെ പുല്ലിപ്പോൾ എത്രാമത്തെ നേരെയാണോ എന്തോ, എന്നോടാരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവന്മാർ സെക്കൻഡ് വെച്ച് സീൻ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് അടുത്ത സീൻ അക്കാഡമിക് ഡെക്കാത്ലോണിൻ്റെ പരിശീലനമാണ്. ലിസ്സാണ് ടീമിനെ ലീഡ് ചെയ്യുന്നത്. ശരിക്കും പീറ്ററും ആ ടീമിലുള്ളതാണ്. എന്നാൽ ടോണി ഏത് നിമിഷവും വിളിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഒഴിവാക്കി തരണമെന്ന് പീറ്റർ അപേക്ഷിക്കുന്നു. എന്നാൽ അത് നടക്കില്ലെന്ന് സാറും കൂടെയുള്ള പിള്ളേരും പറയുന്നു. ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ബുദ്ധിപരമായി എന്ത് സാധനത്തിനും എന്നെ തന്നെ വേണം. അതുകൊണ്ട്
സ്കൂൾ വിടാൻ വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് പീറ്റർ. സ്കൂൾ കഴിഞ്ഞതും ചെക്കൻ ഓടി ഇറങ്ങുന്നു. അവൻ്റെ 4 ഇരട്ടിയുള്ള സ്കൂൾ ഗേറ്റ് പുള്ളി ചാടിക്കിടക്കുന്നു. ആ ഗേറ്റിൻ്റെ മുകളിലൊക്കെയാണെങ്കിൽ കുന്തം പോലൊരു സാധനം. ചെറുക്കൻ്റെ ചാട്ടം എങ്ങാനും ഒരിച്ചിരി പാളിയിരുന്നെങ്കിൽ അവൻ്റെ കേന്ദ്രഭരണ പ്രദേശം അടിച്ചു പോയേനെ. ചെക്കൻ നേരെ അനക്കോ ഇല്ലാത്ത ഒരു ഇടവഴിയിലേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ വെച്ച് തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി മാറ്റുന്നു. എല്ലാം ഊരി മാറ്റിയിട്ട് പുള്ളി ടോണി കൊടുത്ത സ്പൈഡർ സ്യൂട്ട് ഇടുന്നു. അതും ഇട്ട് പുള്ളി ചീറിപ്പാഞ്ഞ് നടക്കുന്നു. അത് കഴിഞ്ഞുള്ള സീനൊന്നും പറഞ്ഞു വലിപ്പിക്കാൻ ഞാൻ കൂട്ടിയാൽ കൂടൂല, ചിരി ചൂപ്പാട് വരും. അങ്ങനെ കുന്തളിപ്പൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് കുറച്ച് പേര് മുഖംമൂടിയൊക്കെ വെച്ചൊരു ATM കയറുന്നത് പീറ്റർ കണ്ടപ്പോൾ തന്നെ പുള്ളി ചാർജായി. അനൂപ് മേനോനെ പോലെ. ATM മെഷീൻ അവർ കയ്യിലുള്ളൊരു പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കാശടിച്ച് മാറ്റുമ്പോൾ പീറ്റർ അതിനകത്തേക്ക് കയറി ചെല്ലുന്നു. അകത്ത് ചെന്ന പീറ്റർ ഒരു മാസ് ലുക്ക് കിട്ടാൻ വേണ്ടി പോസ്റ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവഞ്ചേഴ്സിൻ്റെ മുഖംമൂടി വെച്ച കള്ളന്മാരുമായിട്ട് പീറ്റർ തല്ലുണ്ടാക്കുന്നു. ആ തല്ലിനിടയിൽ മറ്റൊരു പർപ്പിൾ ലൈറ്റ് വരുന്ന തോക്കുകൊണ്ട് ലവന്മാർ ഷൂട്ട് ചെയ്യുന്നു. ബാങ്കും ATM എന്ന് വേണ്ട ആ പഞ്ചായത്തിലുള്ള സകല ചായക്കടകൾ വരെ മുറിഞ്ഞു പോകുന്നു. ആ സംഭവം പീറ്റർ ടോണിയുടെ എല്ലാമായ ഹാപ്പിയെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ ATM കവർച്ചയൊന്നും പുള്ളി ഒരു കേസായിട്ട് കാണുന്നതേ ഇല്ല എന്ന് മാത്രമല്ല, അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് കൂടി പറയുന്നു. ടോണിയോട് സംസാരിക്കാനുള്ള ഒരു അവസരം പീറ്റർ ചോദിച്ചെങ്കിൽ ഹാപ്പി എണ്ണം സമ്മതിക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഉടുപ്പൂരി ഇടവഴിയിലേക്ക് ചെല്ലുന്ന പാർക്കർ അവിടെ വെച്ചിട്ട് പോയ തൻ്റെ അണ്ടർവെയർ പോലും കാണാനില്ല എന്ന സത്യം തിരിച്ചറിയുന്നു. അവിടെ നിന്ന് നേരെ വീട്ടിലെത്തുന്ന പീറ്റർ ആൻറ്റി കാണാതെ മുറിയിലേക്ക് ഒളിച്ചു കയറുന്നു. അങ്ങനെ ഒരു കള്ളൻ്റെ മെയ്വഴക്കത്തോടെ അകത്ത് കയറിയ പീറ്റർ ഡോർ അടയ്ക്കുന്നു. സമാധാനത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ വായും പൊളിച്ചിട്ടില്ലിൽ ദേ ഇരിക്കുന്നു നെഡ്. ആരോ എന്തോ കണ്ട പോലെ എന്നൊരു പഴഞ്ചൊല്ലില്ലേ, ഏതാണ്ട് അതേ ഇരിപ്പാണ് നെഡ്. പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലഘുവൊക്കെ പപ്പടം പൊടിയുന്ന പോലെ താഴെ വീണ് പൊട്ടുന്നു. സ്പൈഡർമാനെ കൈയോടെ പിടിച്ചതിൻ്റെ ആവേശത്തിലാണ് നെഡ്. പീറ്റർ സ്യൂട്ട് ഊരുന്ന സമയത്ത് ആൻറ്റി മേ അവിടേക്ക് വരുന്നു. അപ്പോൾ ആൻറ്റി വരുന്നു. ഉണ്ടാക്കിയ ടർക്കി ചീറ്റിപ്പോയതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നും സമയമുണ്ടെങ്കിൽ ലേശം തുണി കൊടുത്തേ എന്നും പറഞ്ഞ് ആൻറ്റി അങ്ങ് പോവും. ആൻറ്റിക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കായിരുന്നു. കണ്ടത് കണ്ട് ഇനി ഇതൊന്നും ആരോടും പോയി വിളമ്പിയേക്കരുതെന്ന് പീറ്റർ നെഡിനോട് പറയുന്നു. എന്നാൽ പറന്നുപോയ കിളികളൊന്നും നെഡിൻ്റെ കൂട്ടിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ ആരോടും പറയില്ല എന്ന് നെഡ് സത്യം ചെയ്യുന്നു. നെഡിന് പിന്നെ മുടിഞ്ഞ സംശയങ്ങളാണ്. ഇതൊന്ന് ഇട്ട് നോക്കിയോട്ടെ, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്, ഇതിടുമ്പോൾ വയറിളക്കം വന്നാൽ എന്ത് ചെയ്യും എന്ന് വേണ്ട സംശയത്തോട് സംശയം. ഒരു തരത്തിൽ നെഡിനെ പറഞ്ഞു വിട്ടിട്ട് പീറ്റർ ആൻറ്റിയുമായി ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അവിടെ വെച്ച് ആൻറ്റി ടോണിയുടെ ഫാനല്ല താനെന്നും ടോണി നിൻ്റെ തല തിന്നുകയാണ് എന്നുമൊക്കെ പറയുമ്പോൾ പുറയിലെ TV-യിൽ മുൻപ് നടന്ന ATM റോബറിയെ പറ്റി പറയുന്നു. ഇതുമാതിരി പ്രശ്നങ്ങളുമെല്ലാം കണ്ടാൽ വടക്കോട്ട് തിരിഞ്ഞ് 100-110 ഓടിക്കണമെന്ന് ആൻറ്റി പീറ്ററിനെ ഉപദേശിക്കുന്നു. പിന്നെ അതങ്ങനെയല്ലേ ചെയ്യുമെന്ന് പീറ്ററും. അവിടുന്ന് കട്ട് ചെയ്താൽ നേരെ സ്കൂളിലേക്ക് പോകുന്ന പീറ്ററും നെഡിന് സംശയങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. അതിലേറ്റവും നല്ല സംശയമായിട്ട് എനിക്ക് തോന്നിയത് നീ മുട്ട ഇടുമോ എന്നുള്ള ചോദ്യമായിരുന്നു. പുള്ളി വളരെ നേരം ആലോചിച്ചതിന് ശേഷം ചോദിച്ച ചോദ്യം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അവർ ലിസിൻ്റെ മുന്നിലെത്തുന്നു. ഏത് സൂപ്പർ ഹീറോയാണ് ഇഷ്ടം എന്ന ഗേൾസ് ഡിസ്കഷനിൽ ലിസ് സ്പൈഡർമാനെയാണ് തനിക്ക് താല്പര്യമെന്ന് പറയുന്നു. അത് കേട്ട നെഡ്, ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ, പീറ്ററിന് സ്പൈഡർമാനെ അറിയാം എന്ന് വിളിച്ചു പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആക്രി പൂക്രി പിള്ളേരെല്ലാം കൂടെ പീറ്ററിനെ കളിയാക്കുന്നു. അതിനൊടുവിൽ ലിസ് അന്ന് രാത്രി പുള്ളിക്കാരുടെ വീട്ടിൽ നടക്കുന്ന പാർട്ടിയിലേക്ക് പീറ്ററിനെ ക്ഷണിക്കുന്നു. പാർട്ടിക്ക് വരുമ്പോൾ പീറ്റർ സ്പൈഡർമാനെ കൂടെ കൊണ്ടുവരണമെന്ന് അവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ പുച്ഛിക്കുന്നു. ആൻറ്റി പീറ്ററിനെയും നെഡിനെയും രാത്രി ലിസിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. കൂടെ കുറച്ച് അത്തള ഉപദേശങ്ങളും കൊടുക്കുന്നു. ഇഫ് യു നോ വാട്ട് ഐ മീൻ. അങ്ങനെ പീറ്ററും നെഡും കൂടി അകത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പീറ്റർ വന്നതിൽ സന്തോഷം എന്ന് ലിസ് പറയുന്നു. അപ്പോൾ പിന്നെ സ്യൂട്ടിട്ട് പൊളിക്ക് എന്ന് നെഡ് ഉപദേശിക്കുമ്പോൾ രണ്ട് മനസ്സിൽ നിൽക്കുകയാണ് പീറ്റർ. അവിടെ വെച്ച് ഫ്ലാഷ് പീറ്ററിനെ ഇൻസൾട്ട് ചെയ്യുകയോടെ ചെയ്തപ്പോൾ പീറ്ററിന് കലിപ്പായി. എന്നാൽ പിന്നെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന ലൈനിലായി പീറ്റർ. നേരെ ടെറസിൽ പോയി സ്യൂട്ടിടുന്നു. അപ്പോഴാണ് ദൂരെ ഒരു നീലപ്രകാശം പീറ്റർ കാണുന്നത്. പാർട്ടിയൊക്കെ മറന്ന പീറ്റർ ആ ലൈറ്റിന് നേരെ പോകുന്നു. ആദ്യം സ്വിങ് ചെയ്ത് പോയെങ്കിലും പിന്നെ തുറസായ സ്ഥലമായതുകൊണ്ട് പാവപ്പെട്ടവൻ ഓടിപ്പോകുന്നു. പണ്ട് പിഷാരടി ഒരു ഷോയ്ക്കകത്ത് പറഞ്ഞ പോലെ സ്പൈഡർമാനെ കൊണ്ട് മരുഭൂമിയിലിട്ടാൽ പെട്ടുപോകത്തേ ഉള്ളൂ. ആ മുടിഞ്ഞ ചൂടിൽ സ്യൂട്ട് ഇട്ട് നടക്കേണ്ടി വരും.
അപ്പോൾ കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അവിടെ ചെന്ന പീറ്റർ കാണുന്നത് ATM റോബറിക്ക് ഉപയോഗിച്ചതുപോലെയുള്ളൊരു വെപ്പൺ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ രഹസ്യമായ ആ നീക്കത്തിൽ പോസ്റ്റിൽ ഒളിച്ചിരുന്ന സ്പൈഡർമാൻ്റെ ഫോണിലേക്ക് നെഡ് വിളിക്കുന്നു. പെട്ടെന്നുള്ള ശബ്ദം കേട്ട കള്ളന്മാരും കൊള്ളക്കാരും എല്ലാവരും അലർട്ടാകുന്നു. അതിലൊരു വെപ്പൺ വെച്ച് പീറ്ററിന് ഉഗ്രനൊരു നോക്ക് കൊടുത്ത് വില്ലന്മാർ രക്ഷപ്പെടുന്നു. പീറ്റർ അവരുടെ പുറകെ കൂടുന്നു. കുറേ നേരത്തേക്ക് മുടിഞ്ഞ ചേസ്. പീറ്റർ അവരെ പിടിച്ചില്ല എന്നൊരു ഘട്ടത്തിൽ ആകാശത്തു നിന്നൊരു പടവണ്ടാര സാധനം വന്ന് പീറ്ററിനെ റാഞ്ചിക്കൊണ്ട് പോകുന്നു. പീറ്ററിനെയും കൊണ്ട് മുകളിലേക്ക് വില്ലൻ പറന്നു പോകുന്നു. കുറേ മേളിലെത്തിയപ്പോൾ പെട്ടെന്ന് പീറ്ററിൻ്റെ സ്യൂട്ടിലെ പാരച്യൂട്ട് ഓപ്പണായി പീറ്ററിനെയും കൊണ്ട് നേരെ താഴോട്ട് പോയി ഒരു പുഴയിൽ ചെന്ന് വീഴുന്നു. അവിടേക്ക് അയൺമാൻ വന്ന് പീറ്ററിനെ രക്ഷിക്കുന്നു. സത്യത്തിൽ അയൺമാൻ ആ സമയത്ത് ഇന്ത്യയിൽ ഒരു കല്യാണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്യൂട്ട് മാത്രമാണ് പീറ്ററിനെ രക്ഷിക്കാൻ എത്തിയത്. പീറ്ററിനോട് വില്ലനായ വൾച്ചറിനെ വിട്ടേക്കാനും അത് നോക്കാനായിട്ട് ഇവിടെ പ്രായപൂർത്തിയായ ആളുകളുണ്ടെന്നും ദേഷ്യപ്പെടുന്നു. എന്നിട്ട് നീ തൽക്കാലം ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാനായ മതി എന്നും കൂടെ പറയുന്നു. നിരാശനായി തിരിച്ചു പോകുന്ന പീറ്റർ ചേസിനിടയിൽ തിറച്ചു പോകുന്ന ഒരു സാധനം കണ്ടുപിടിക്കുന്നു. അതും എടുത്ത് ആൾ വീട്ടിൽ പോകുന്നു. അതുമായി സ്കൂളിൽ ചെല്ലുന്ന പീറ്റർ അത് തല്ലിപ്പൊളിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. സ്കൂളിലേക്ക് വില്ലന്മാർ ആ സാധനവും തപ്പിയെത്തുന്നുണ്ട്. അവരുടെ കണ്ണിപ്പെടാതെ വിളിച്ച പീറ്റർ അതിലൊരുത്തൻ്റെ ഷൂസിലേക്ക് ഒരു ട്രാക്കർ കടത്തിവിടുന്നു. ആ ട്രാക്കർ ഉപയോഗിച്ച വില്ലന്മാർ മെറിലാൻഡിലെത്തിയെന്ന് പീറ്ററും നെഡും കണ്ടെത്തുന്നു. അവരുടെ പുറകെ പോകാൻ തീരുമാനിച്ച പീറ്റർ അക്കാഡമിക് ഡെക്കാത്തലോണിൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ DC-യിലെത്തിയ പീറ്ററും നെഡും സ്യൂട്ടിനുള്ളിലെ ട്രാക്കർ റിമൂവ് ചെയ്യുന്നു. ഒപ്പം സ്യൂട്ട് ഹാക്ക് ചെയ്ത് പ്രോ മോഡ് ആക്ടിവേറ്റ് ആകുന്നു. അന്ന് രാത്രി പീറ്റർ വില്ലന്മാരെ തപ്പിപ്പോകുന്നു. അവരെ കണ്ടുപിടിച്ച് പീറ്റർ സ്യൂട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു. അതായത് അതിനകത്ത് പല മോഡുകളുണ്ട്. ഇതൊന്നും എന്താ ഏതാണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ അതുവഴി കടന്നു പോകുന്നൊരു മിലിറ്ററി കോൺവോയ് അറ്റാക്ക് ചെയ്യാനാണ് വില്ലന്മാരുടെ പ്ലാൻ. അവിടേക്ക് വൾച്ചറും എത്തുന്നു. സംഭവം മറ്റേ ആക്രി മുഴുവൻ കൊണ്ടുവന്ന വണ്ടിയാണ്. അതിനുള്ളിലേക്ക് കിടന്ന വൾച്ചറിൻ്റെ പിന്നാലെ പീറ്ററും ചെല്ലുന്നു. വൾച്ചറുമായിട്ട് നടന്ന ഒരു ഊക്കം ഫൈറ്റിൽ പീറ്റർ തെറിച്ച് വണ്ടിക്കകത്തോട്ട് വീഴുന്നു. പുള്ളിയുടെ ബോധം പോകുന്നു. ഒടുക്കം ബോധം വന്നപ്പോൾ പീറ്റർ അബോധാവസ്ഥയിലായിരുന്നു. വണ്ടിയും തല്ലി പൊളിച്ച് പുറത്തു വന്ന പീറ്റർ വാൾട്ടിനുള്ളിൽ പെട്ടുപോകുന്നു. പഠിച്ച പണി 18 നോക്കിയിട്ടും അവിടുന്ന് രക്ഷപ്പെടാൻ പീറ്ററിന് പറ്റുന്നില്ല. സമയം കളയാൻ സ്യൂട്ടിലെ AI-യുമായി വർത്താനം പറയാണ് പീറ്റർ. AI-ക്ക് കേരൻ എന്നൊരു പേരും കൊടുത്തു. അവിടെ വെച്ച് വില്ലന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തിളങ്ങുന്ന സാധനം ഒരു ബോംബാണെന്ന് കേരൻ പറഞ്ഞു കൊടുക്കുന്നു. പേടിച്ചു പോയ പീറ്റർ നെഡിനെ വാൺ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ കോൾ കണക്റ്റ് ആകുകയില്ല. നേരം വെളുക്കുന്നവരെ ശ്രമിച്ചെങ്കിലും നോ ബലം. അങ്ങനെ അവസാനം ആ വോൾട്ട് തുറന്ന് പീറ്റർ രക്ഷപ്പെടുന്നു. അതേസമയം നെഡ് ആ ബോംബും ബാഗിലിട്ടുകൊണ്ട് മത്സരത്തിന് പോയിരിക്കുന്നു. പീറ്ററിൻ്റെ സമയത്ത് അക്കാഡമിക് ഡെക്കാത്തലോണിൽ എത്താൻ പറ്റിയില്ലെങ്കിലും അവരാ മത്സരം ജയിക്കുന്നു. ഫോണിൽ നെഡിനെ വാൺ ചെയ്യാൻ പീറ്റർ പറ്റുന്ന പോലൊക്കെ ശ്രമിക്കുന്നുണ്ട്. എക്സ്റേ സ്കാനറിലൂടെ അത് കടന്ന് അത് പൊട്ടിത്തെറിക്കും. എന്നാൽ നെഡ് അത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ എക്സ്റേ സ്കാനറിലൂടെ കടന്നു പോകുന്നു. അതോടെ ബോംബ് ആക്റ്റീവ് ആകുന്നു. ലിഫ്റ്റിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. ആർക്കും അപകടമൊന്നും പറ്റിയില്ലെങ്കിലും നെഡും ടീമും ലിഫ്റ്റ് കുടുങ്ങിപ്പോകുന്നു. എപ്പോൾ വേണമെങ്കിലും ലിഫ്റ്റ് താഴെ വീഴാന്നുള്ള അവസ്ഥയിലെത്തുന്നു. സുന്ദരിയായ നമ്മുടെ ലിസും ചങ്ക് ബ്രോ നെഡും അടക്കം മൊത്തം ടീമും ലിഫ്റ്റിനകത്തുണ്ട്. പീറ്റർ ആണെങ്കിൽ കേരത്തള്ളയോട് വഴി ചോദിച്ച് വാഷിങ്ടൺ സ്മാരകത്തിൻ്റെ മുകളിലേക്ക് ഒറ്റ ഓട്ടം. അവിടെ വന്ന ഹെലികോപ്റ്ററെ ഞാന്ന് ജനൽ ചില്ലും തല്ലിപ്പൊളിച്ച് അകത്തേക്ക് ആടി ഒടുക്കത്തെ ഒരു ഡൈവ് അടിച്ച് നെഡിനെയും ലിസിനെയും ബാക്കി പിള്ളേരെയും ഒക്കെ ഒറ്റ കയറിലങ്ങ് തൂക്കിയെടുത്തു. ഫ്ലാഷൊക്കെ പേടിച്ച് മെഴുകിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ വലിയൊരു ദുരന്തം ഒഴിവാക്കി നമ്മുടെ ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ വീണ്ടും ഹീറോയായി. ഇനി കഥ വീണ്ടും നമ്മുടെ സ്വന്തം ന്യൂയോർക്കിലേക്ക്. സ്കൂളിൽ തിരിച്ചെത്തിയ പീറ്ററിന് ഇപ്പോൾ ആത്മവിശ്വാസം വാനോളമാണ്. ലിസാണെങ്കിൽ സ്പൈഡർമാനോട് ഫുൾ ക്രഷിലുമാണ്. ഈ ഗ്യാപ്പിൽ പീറ്ററും നെഡും കൂടി സ്കൂളിൽ വെച്ച് വില്ലന്മാരെ തപ്പിയൊന്ന് ആ വില്ലൻ അണ്ണനെ പൊക്കാൻ പ്ലാൻ ഇടുന്നു. വില്ലൻ്റെ കയ്യിലിരുന്ന് തോക്കടിച്ചെടുത്ത പീറ്ററിന് അതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ കിട്ടുന്നു. ഇതൊക്കെ കണ്ട് സ്കൂളിലെ ടീച്ചർ ഡിറ്റൻഷൻ റൂമിലിരുത്തി ക്യാപ്റ്റൻ അമേരിക്കയുടെ അറുബോറൻ ഉപദേശ വീഡിയോ കാണിക്കുന്നുമുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ പീറ്റർ അവിടുന്ന് ചാടി വില്ലന്മാരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ട്രാക്ക് ചെയ്ത് പീറ്റർ എത്തുന്നത് സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിലാണ്. മറ്റേ ആ വലിയ ബോട്ട് തന്നെ. അവിടെ വെച്ച് വില്ലന്മാർ പുതിയൊരു മാരക ആയുധം വിൽക്കാൻ വന്നിരിക്കുകയാണ്. പീറ്റർ കയറി അങ്ങ് മേഞ്ഞു. വില്ലന്മാരെ ഒതുക്കിയെന്ന് വിചാരിച്ചപ്പോഴാണ് വൾച്ചറണ്ണൻ എൻ്റെ മുട്ടക്കാട്ടൻ ചിറകും വിരിച്ചുകൊണ്ട് പറന്നു വരുന്നത്. അവിടെ വെച്ച് പീറ്ററും വൾച്ചറും തമ്മിൽ വലിയൊരംഗം. തല്ലിനിടയിൽ വില്ലൻ്റെ കയ്യിലിരുന്ന് ഏലിയൻ തോക്ക് റിയാക്ട് ചെയ്ത് ബോട്ട് നടുവേ പിളർന്നു. കപ്പൽ മുങ്ങാൻ പോകുന്നു. ആൾക്കാർ നിലവിളിക്കുന്നു.
പീറ്റർ ആണെങ്കിൽ തൻ്റെ കയ്യിലുള്ള വെബ് മുഴുവൻ എടുത്ത് ബോട്ടിൻ്റെ 2 വശവും ചേർത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പീറ്ററിൻ്റെ പവർ തികയാതെ ബോട്ട് വീണ്ടും അകലാൻ തുടങ്ങിയപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആ മാസ് മ്യൂസിക് കേൾക്കുന്നത്. ദേ വരുന്നു സ്വന്തം അയൺമാൻ. ടോണി സ്റ്റാർക്ക് വന്ന് മിനിറ്റുകൾക്കകം ബോട്ട് ഒട്ടിച്ചു. അതെങ്ങനെ പറ്റും? പുള്ളി പഴയ വെൽഡറായിരുന്നു തോന്നുന്നു. ബോട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ടോണി പീറ്ററിനെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ട് തലങ്ങും വിലങ്ങും ചീത്ത വിളിക്കുന്നു. നീ കാരണം എത്ര പേര് ചാവട്ടമായിരുന്നു, ഞാൻ പറഞ്ഞു നീ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടോണി ചൂടാവുന്നു. എന്നിട്ട് ഒടുക്കത്തെ ഡയലോഗ് ഒഴിച്ചു. സ്യൂട്ടുണ്ടെങ്കിൽ മാത്രമേ നീ ഹീറോ ആകൂ എന്നാണെങ്കിൽ നീ ആ സ്യൂട്ടിടാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് പീറ്ററിൻ്റെ ആ ലക്ഷറി സ്യൂട്ട് ടോണി തിരിച്ചങ്ങ് വാങ്ങിച്ചു. പീറ്ററിൻ്റെ കിളി മുഴുവൻ പോയി. പാവം ചക്കം പഴയ ആക്രി സ്യൂട്ടും എടുത്ത് കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോയി. പിന്നെ കാണിക്കുന്നത് പീറ്ററിൻ്റെ നല്ല പിള്ള ചമയലാണ്. സ്കൂളിൽ കൃത്യമായി പോകുന്നു, പഠിക്കുന്നു, ഡെക്കാത്ലോൺ ടീമിൽ തിരിച്ചു കയറുന്നു. അങ്ങനെ ഇരിക്കെ സ്കൂളിലെ ഹോം കമ്മിങ് ഡാൻസ് പാർട്ടി വരുന്നു. പീറ്റർ ആണെങ്കിൽ ധൈര്യം സംഭരിച്ച് ലിസിനോട് പാർട്ടിക്കൊപ്പം വരാമോ എന്ന് ചോദിക്കുന്നു. ലിസ് ആണെങ്കിൽ വൻ ഹാപ്പി. അങ്ങനെ പാർട്ടി ദിവസമായി. നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ലിസിൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുന്നു പീറ്റർ. വാതിൽ തുറന്നത് മറ്റാരുമല്ല, നമ്മുടെ വൾച്ചർ, അതായത് അഡ്രിയൻ ടൂംസ്. പീറ്ററിൻ്റെ കാൽച്ചുട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന സമയം. വൾച്ചറെണ്ണം തന്നെയാണ് ലിസിൻ്റെ ഡാഡി. മലയാള സിനിമയായിരുന്നെങ്കിൽ ഇവിടെ വൻ ഡ്രമാറ്റിക് മ്യൂസിക് വന്നേനെ. ടൂംസ് എണ്ണം പീറ്ററിനെയും ലിസിനെയും കാറിൽ പാർട്ടി നടക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ പീറ്ററിൻ്റെ സംസാര ശൈലിയും കയ്യിലെ മുറിവും ഒക്കെ കണ്ട് അണ്ണന് കാര്യം മനസ്സിലായി. ലെവനാണ് സ്പൈഡർമാൻ. ലിസ് വണ്ടിയിൽ നിന്നിറങ്ങിയ ശേഷം ടൂംസ് പീറ്ററിന് ഒരു മാസ് വാർണിംഗ് കൊടുക്കുന്നു. നീ എൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ കൊല്ലാത്തത്. പക്ഷേ എൻ്റെ ബിസിനസ്സിലെങ്ങാനും തലയിട്ടാൽ സീ വിടുവേൻ. പാർട്ടി ഹാളിലേക്ക് കയറിയ പീറ്ററിന് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. ലിസിനെ അവിടെ ഇരുത്തിയിട്ട് പീറ്റർ അങ്ങ് ഇറങ്ങി. തൻ്റെ പഴയ ഡൂക്കിൽ സൂട്ട് ഇട്ട് വില്ലനെ തല്ലാൻ പോകുന്നു. സ്കൂളിന് പുറത്തിറങ്ങിയ പീറ്ററിനെ മറ്റേ ഷോക്കർ എണ്ണൻ അടിച്ച് പറത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചങ്ക് ബ്രോ നെഡ് കറക്റ്റ് സമയത്ത് വന്ന് വെബ് ഷൂട്ടർ ഉപയോഗിച്ച് വില്ലനെ ബ്ലോക്ക് ചെയ്യുന്നു. അവിടുന്ന് പീറ്റർ അങ്ങ് വൾച്ചറുടെ ഒളിസങ്കേതത്തിലേക്ക് വെച്ച് പിടിച്ചു. ടൂംസിൻ്റെ പ്ലാൻ വലുതായിരുന്നു. അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് സാധനങ്ങളായി പോകുന്ന ടോണി സ്റ്റാർക്കിൻ്റെ വൻ കാർഗോ ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് കൊള്ളയടിക്കുക. പീറ്റർ അവിടെ ചെന്ന് അണ്ണനെ തടയാൻ നോക്കിയെങ്കിലും വൾച്ചർ തൻ്റെ ചിറകുകൾ കൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ തൂണുകളെല്ലാം അറുത്തുമാറ്റി. പീറ്ററിൻ്റെ മുകളിലേക്ക് ആ കൂറ്റൻ ബിൽഡിങ് മൊത്തമായിട്ട് വീണു. കോൺക്രീറ്റ് കട്ടകളുടെ ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടി പീറ്റർ കരയുകയാണ്. ഹെൽപ്പ് ചോദിക്കാൻ ആരുമില്ല. സ്യൂട്ടിൽ കേരൻ തള്ളയുമില്ല. അപ്പോഴാണ് വെള്ളത്തിൽ പ്രതിഫലിച്ച തൻ്റെ മുഖവും ടോണി സ്റ്റാർക്ക് പറഞ്ഞ വാചകവും പീറ്റർ ഓർക്കുന്നത്. ഞാൻ സ്യൂട്ടില്ലെങ്കിലും സ്പൈഡർമാൻ തന്നെയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് സർവ്വശക്തി എടുത്ത് പീറ്റർ ആ കോൺക്രീറ്റ് മല പൊക്കി എറിഞ്ഞ് പുറത്തു വരുന്നു. നേരെ വൾച്ചറുടെ പുറകെ ആകാശത്തോട്ട്. അവിടുന്ന് അങ്ങോട്ട് ആകാശത്ത് വെച്ച് വട്ടൻ ഫൈറ്റാണ്. പറക്കുന്ന ഫ്ലൈറ്റിൻ്റെ മുകളിൽ വെച്ച് പീറ്ററും വൾച്ചറും തമ്മിൽ ഉഗ്രൻ അടിപിടി നടക്കുന്നു. അടിപിടിക്കീഴിൽ ഫ്ലൈറ്റിൻ്റെ എൻജിൻ തകർന്ന് അത് കടൽ തീരത്തേക്ക് തകർന്നു വീഴുന്നു. പീറ്ററിന് വൻ പരിക്കേൽക്കുന്നു. വൾച്ചർ എണ്ണനാണെങ്കിൽ വീണിടത്തു നിന്നും ആക്രസാരങ്ങൾ പടങ്ങുന്ന വെട്ടിയെടുത്ത് പറന്നു പൊങ്ങാൻ നോക്കുന്നു. പക്ഷെ അണ്ണൻ്റെ ചിറയിലെ സിസ്റ്റം ഓവർ ഹീറ്റായി പൊട്ടിത്തെറിക്കാൻ പോവാണ്. പീറ്റർ വേണ്ടെണ്ണ എന്ന് വിളിച്ചു പറഞ്ഞിട്ടും കേൾക്കാതെ ടൂംസ് പറന്നു. ഒടുക്കം ചിറക് പൊട്ടിത്തെറിച്ചു. അണ്ണൻ താഴെ വീണു. ശത്രുവാണെങ്കിലും ലിസിൻ്റെ അപ്പനായതുകൊണ്ട് പീറ്റർ ടൂംസിനെ തീപിടുത്തത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് രക്ഷിക്കുന്നു. എന്നിട്ട് അണ്ണനെ പഴക്കടയിൽ ആപ്പിൾ വെച്ചേക്കുന്ന പോലെ വെബിനകത്ത് കെട്ടിയിടുന്നു. മൊത്തം വല. കൂടെ ആ ആക്രിപ്പെട്ടികളും വെച്ച് പോലീസിന് വഴി കാണിച്ചു കൊടുക്കുന്നു. പിറ്റേന്ന് സ്കൂളിൽ വെച്ച് അച്ഛൻ ജയിലിലായതുകൊണ്ട് ലിസും കുടുംബവും ഒറിഗണിലേക്ക് താമസം മാറാൻ പോകുന്നു. ലിസ് പീറ്ററിനോട് യാത്ര പറഞ്ഞ് പിരിയുന്നു. അവസാന സീനിൽ ഹാപ്പി വന്ന് പീറ്ററിനെ ടോണി സ്റ്റാർക്കിൻ്റെ പുതിയ അവഞ്ചേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പീറ്ററിൻ്റെ മാസ് പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട ടോണി അവഞ്ചേഴ്സിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആ തിളങ്ങുന്ന പുതിയ അയൺ സ്പൈഡർമാൻ സ്യൂട്ട് കാണിച്ചു കൊടുക്കുന്നത്. മാധ്യമങ്ങളെല്ലാം പുറത്ത് കാത്തു നിൽക്കുകയാണ്. പ്രഖ്യാപനം ഉടൻ നടത്താമെന്ന് ടോണി പറയുമ്പോൾ പീറ്റർ പക്വതയോടെ പറയുന്നു, വേണ്ട സ്റ്റാർക്ക് സാർ, ഞാൻ തൽക്കാലം താഴെത്തട്ടിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുന്ന പഴയ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനായി തന്നെ ഇരുന്നോളാം.
പീറ്ററിൻ്റെ മാറ്റം കണ്ട് ടോണിക്ക് അഭിമാനം തോന്നുന്നു. അങ്ങനെ റൂമിൽ തിരിച്ചെത്തുന്ന പീറ്ററിന് ടോണി ആ ലക്ഷറി സ്യൂട്ട് തിരിച്ചു കൊടുക്കുന്നു. സന്തോഷത്തോടെ പീറ്റർ ആ സ്യൂട്ട് ഇട്ട് മാസ് കാണിച്ചു തിരിയുമ്പോൾ ദേ നിൽക്കുന്നു ആൻറ്റി മേ, വായും പൊളിച്ച് പുറകിൽ. വാട്ട് ദ എന്ന ആൻറ്റി വിളിച്ചു പോകുന്നിടത്ത് ഈ പടം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സിനിമയുടെ റിവ്യൂ കേൾക്കാൻ മാത്രം താല്പര്യമുള്ളവർക്ക് ഇവിടെ വെച്ച് കലാപരിപാടി അവസാനിപ്പിക്കാം. നമുക്ക് ഔട്ട്ഡ്രോ പറയുന്ന ഒരു കലാപരിപാടിയുണ്ട്. ഞാനിനി അതിലേക്ക് കിടക്കുകയാണ്. പാപ്പി കുറച്ച് വെള്ളം തടാ. പെട്ടെന്ന് തീരുമെന്ന് കരുതി തുടങ്ങിയ കഥയാണ്, പക്ഷെ ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ കളഞ്ഞില്ല എന്ന് കരുതട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ അവസാനം 3 സ്പൈഡർമാൻ മൂവീസ് ചെയ്യണമെങ്കിൽ കമൻറ്റിൽ പറയാൻ പറഞ്ഞിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല. അല്ലെങ്കിലും പണ്ട് മുതലേ നമുക്ക് നമ്മളേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബിവിൻ, അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. 80 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഉത്സാഹിക്കണം. നമുക്ക് താറ് വാങ്ങിക്കണ്ടേ, S27 അൾട്ര വാങ്ങിക്കണ്ടേ, പിന്നെ വൈറ്റിലെ ആ സ്ഥലം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന സീരീസിലെ 2ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കയറി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അടുത്ത സിനിമയായ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിൽ നിർബന്ധിക്കണം. വേറെ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, ഇപ്പോൾ തന്നെ ഇത്ര ലെങ്ത് ആയതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ സകലരും നശിച്ചു പോട്ടെ. അയ്യോ, പറയാൻ വിട്ടുപോയി. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് നല്ല പൊളപ്പം വീഡിയോ, വാവ്, മസ്റ്റ് വാച്ച് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണേ.